കൊല്ലം പോയ പോക്കി ജെറ്റ് വിമാനം പോലെ എത്ര സ്പീഡിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 2025 തുടങ്ങി 2-ാം മാസം ആയപ്പോഴേക്ക് എന്റെ സീമന്തം വന്നു. ഒന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്ക് 9-ാം മാസത്തെ വയറ് കാണൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തപ്പോൾ ദേ വിഷു വന്നു. നല്ല അടിപൊളി ഒരു സദ്യ, അതായത് നമ്മുടെ വിഷു സദ്യ കഴിച്ച് ഇല ഇങ്ങനെ മടക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് വൈകുന്നേരം നമ്മൾ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഏപ്രിൽ 15-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിയിട്ട് പ്രസവം കഴിഞ്ഞ പിന്നെ പ്രസവരക്ഷ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ പ്രസവരക്ഷ എടുത്ത് പിന്നെ തമ്പൂന് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ഷൂട്ട് അങ്ങോട്ട് നടത്തി, അതായത് ന്യൂബോൺ ഷൂട്ട്. നമ്മുടെ വാഴ നനക്കുമ്പോൾ ചീര നനയും എന്ന് പറയുന്ന പോലെ അവന്റെ ന്യൂബോൺ ഷൂട്ടിൽ ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എന്റെ ഫോൺ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അത് ഇതേ തമ്പൂന്റെ 28 കെട്ട് വന്നു കേട്ടോ. അവന്റെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ അവനേക്കാൾ കൂടുതൽ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. പിന്നെ അങ്ങോട്ട് അടിപൊളി കളർഫുൾ ആയിരുന്നു. ഓരോരോ മാസങ്ങൾക്ക് അവന്റെ ഫോട്ടോ എടുക്കാനായിട്ട് തീം കണ്ടിരിക്കുന്നതായിരുന്നു എന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ. പിന്നെ ഞാൻ അമ്മയായ ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ വന്നു, അത് ഞാൻ അങ്ങ് ആഘോഷിച്ചു. കിച്ചാമൻ അബ്രോഡിൽ പോയി കിച്ചാമനില്ലാത്ത ഒരു നെയിമിംഗ് സെറമണി നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അച്ഛൻ വീട്ടിലേക്ക് പോയി. കിച്ചാമൻ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ അച്ഛൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ചോറൂണിന്റെ മഹാമേള തന്നെയായിരുന്നു. സംഭവം വന്നതിന് ശേഷം ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി കേക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗോൾഡ് കോയിന് സമ്മാനം. അങ്ങനെ ഈ വർഷം തുടങ്ങിയപ്പോൾ 6 മാസമായിട്ട് എന്റെ വയറ്റിലുണ്ടായിരുന്ന തമ്പു ഇപ്പൊ 8 മാസമായിട്ട് എന്റെ കയ്യിലുണ്ട്. ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു. അഥവാ ഈ വർഷം നിങ്ങളുടെ 3G ആയി പോയെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് കിടലനായിരിക്കും. ഇത്തവണ കിടലനായവർക്കും അടുത്ത വർഷം കിടലനാവട്ടെ കേട്ടോ. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.